ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത് നസ്രായനിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ ആഴമേറിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് യഥാർത്ഥത്തിൽ പെസഹ? പെസഹ എന്ന് പറയുന്നത് ശരിക്കും യഹൂദന്മാരുടെ ഒരു ആഘോഷമാണ്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ നമ്മൾക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്, ഇസ്രായേൽ മക്കളെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശ വഴി ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെയാണ് പെസഹ ആചരിക്കുന്നത്. പഴയ നിയമത്തിൽ പെസഹ അവർ ആചരിച്ചുകൊണ്ടിരുന്നത് ഊനമില്ലാത്ത, അതായത് ഒരു കളങ്കവുമില്ലാത്ത ഒരു കുഞ്ഞാടിനെ അവർ ബലിയർപ്പിക്കുമായിരുന്നു. അതിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ പുരട്ടും. അങ്ങനെ മരണദൂതൻ ആ വീടിനെ കടന്നു പോവുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ വിടുതലും അവരനുഭവിക്കുകയാണ്. ആ പഴയ നിയമത്തിലെ പെസഹയുടെ നിറവേറ്റലാണ് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ അവസാന അത്താഴം, ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാന അത്താഴം കഴിക്കുന്നതായിട്ട് നമ്മൾ വചനം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസാന അത്താഴം കഴിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ പെസഹ ദിനത്തിലാണ്. അന്നാണ് യേശുക്രിസ്തു അപ്പം എടുത്ത്, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നുവെന്നും പാനപാത്രം എടുത്ത്, ഇത് നിങ്ങൾക്കായി ചൊരിയുന്ന എൻ്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു എന്നും പറഞ്ഞത്. അതുകൊണ്ടാണ് നസ്രായനെ ദൈവത്തിന്റെ പെസഹ കുഞ്ഞാട് എന്ന് വിളിക്കുന്നത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ പോകുന്ന യാഗത്തിന്റെ തുടക്കമായിരുന്നു അന്നത്തെ ആ പെസഹ ദിവസം. അതേ രാത്രിയിൽ നസ്രായൻ ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സ്നേഹവും വിനയവും സേവനവും എന്താണെന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പനയും നൽകി. അതുകൊണ്ട് പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത് വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അത് ദൈവത്തിന്റെ രക്ഷാകരമായ ഒരു ചരിത്രവും നസ്രായന്റെ സ്നേഹത്തിന്റെ ആഴവും വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാനുള്ള ഒരു വിളിയുമാണ്. എല്ലാവർക്കും ഈ പെസഹ വ്യാഴാഴ്ച ഒരു അനുഗ്രഹമാകട്ടെ. നസ്രായൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.